ഹായ് മക്കളെ. അപ്പോഴേ എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ അമ്മ ദാണ്ട രാവിലെ എണീറ്റിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്. ദാണ്ട അപ്പോൾ ചായ കുടിക്കാം. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? എനിക്ക് ചായ കുടിക്കണം. പിന്നെ നമുക്ക് കാപ്പിക്ക് അമ്മ ദാണ്ട അപ്പത്തിൻ്റെ മാവ് ദാണ്ട കലക്കി വെച്ചിട്ടുണ്ടോ. അപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കി വെച്ചിട്ടുണ്ടേ. അപ്പം അപ്പം ഉണ്ടാക്കണം. പിന്നെ നമ്മൾ ഏത്തക്കയുടെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ, ഏത്തക്ക കറി. അപ്പം അത് അപ്പത്തിനാണ്. പിന്നെ നമുക്ക് മുട്ടക്കറി കൂടി വെക്കാം. അപ്പം അമ്മ മുട്ടക്കറിയും കൂടെ വെക്കാനായിട്ട് അടുത്ത മുട്ട കുടുങ്ങായിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ചായ കുടിക്കട്ടെ. അപ്പോഴേ നമുക്കൊരു മുട്ട പൊട്ടിച്ച് വെച്ച് കറി വെക്കാൻ. അപ്പോഴും നോക്കോ അമ്മ അതിനായിട്ട് ഇതാണ്ട് കുറച്ച് ഉള്ളിയും ഒരു സവാളയും ഇഞ്ചിയും കറിവേപ്പിലയും 2-3 വെളുത്തുള്ളി അല്ലിയും കൂടെ ഒരു പച്ചമുളകും കൂടെ നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ വെച്ച് ചൂടാക്കി. ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തട്ടണം. ഈ ഉള്ളിയൊക്കെ നല്ല വഴറ്റിയെടുക്കണം. ഇത് ഉപ്പിൻ്റെ വെള്ളമാണ്. നമുക്ക് ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൽ നല്ല വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് ഇതങ്ങ് വഴറ്റണം. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്ക് അതിലോട്ട് സ്വല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കണം. അമ്മ അര തക്കാളി ഇട്ടിട്ടുണ്ട്. അതിനകത്തൊരു 2 അല്ലി കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഉപ്പൊന്ന് നോക്കട്ടെ. ആ ഉപ്പുണ്ട്. നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കാം. എല്ലാവരും അതിൻ്റെ കാപ്പിയൊക്കെ ഉണ്ടാക്കിയോ? എന്തൊക്കെയായിരുന്നു കാപ്പിയൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഉള്ളി നമുക്ക് നല്ലോണം വാട്ടണം. ചെറിയൊരു ഒരുപാട് ബ്രൗൺ കളറിൽ വേണ്ട, ഒന്ന് വാടണം. വാടിയില്ലെങ്കിൽ ഈ കറി ഉണ്ടാക്കിയാൽ കൊള്ളത്തില്ല. എല്ലാവരും ഇത് നമുക്ക് ഉണ്ടാക്കുന്നതാണ്. ചോറ്റിനും അടിപൊളി കറിയാണ്. ചോറ്റിന്, അപ്പത്തിന്, ചപ്പാത്തിനൊക്കെ സൂപ്പറാണ്. ഇടിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ലോണം വാട്ടാം. അത് എണ്ണ കിടന്ന് വാട്ടി വരട്ടതാണ്. അപ്പോൾ ഉള്ളിയൊക്കെ നമ്മളെ വയറ്റി വന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് അതിലോട്ട് തക്കാളി, ഒരു അര തക്കാളി ഉണ്ടല്ലോ, അത് നല്ലോണം അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം വയറ്റിയെടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് പാകമാണ് കേട്ടോ. ഇവിടെ വയറ്റിയിട്ട് നമുക്ക് അതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. മസാലകൾ എന്ന് പറയുന്നത് സ്പൂൺ, ചെറിയ സ്പൂണായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് കയറും. അപ്പം നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് മുളക് പൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ സ്പൂണിന് ഒരു 3/4 ടീസ്പൂൺ മുതൽ 2 സ്പൂൺ മുളക് പൊടി. എന്നിട്ട് അത് നമുക്ക് ചെറിയ തീയിലിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് നമുക്കിതിലോട്ട് ഇച്ചിരി മസാലപ്പൊടി ഇടണം. ഒരു സ്വല്പം മസാലപ്പൊടി ഉണ്ടെങ്കിൽ ഈ കറിയുടെ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് സ്വല്പം മസാലപ്പൊടി ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കണം. നല്ലോണം അങ്ങോട്ട് ഇളക്കി അതൊരു ചെറിയ മൂത്ത മണം വരുന്നുണ്ട്. ആ മൂത്ത മണം വരുമ്പോൾ നമുക്ക് അതിലോട്ട് വളരെ കുറച്ച് വെള്ളം, കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം. കണ്ട ഈ തക്കാളി ഉടഞ്ഞൊന്നും പോകരുത്. അതിങ്ങനെ ചെറിയ ട്യൂബ്സായിട്ടൊന്നും ഇരിക്കണം. അപ്പോൾ ആ ടേസ്റ്റ് കിട്ടുന്നത്. അതായത് ഒരു ചെറുതായിട്ട് വെള്ളം എന്താ ഇത്രയും മതി. കാരണം ഉള്ളിയെല്ലാം വഴറ്റിയതല്ലേ. കണ്ടോ, ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ഉപ്പ് നോക്കണം. ഇപ്പം നമ്മൾ ഉപ്പിട്ടാൽ കറക്റ്റാണോ നോക്കണം. നമുക്ക് ഉപ്പിട്ടത് എനിക്ക് ഒരു തുള്ളി കറക്റ്റാണ്. എന്നാലും ബാലൻസ് ചെയ്യാൻ വേണ്ടി തുള്ളി ഉപ്പിടാൻ കഴിക്കുന്നുണ്ട്. ഒരുപാട് ഉപ്പായത് വളർത്തില്ല. എന്നാൽ നമ്മൾ നല്ലോണം അങ്ങോട്ട് കിണ്ടിയിട്ട് ഇങ്ങോട്ട് പോകട്ടെ. ഇതെല്ലാം കറക്റ്റാണ്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചിട്ടുണ്ട്.
ഒരു മുട്ട എടുത്തോണ്ടേ കഴുകട്ടെ. എന്നിട്ട് ഈ മുട്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് സെൻറ്ററിലോട്ട് കണ്ട അങ്ങോട്ട് ഒഴിക്കും. ഒഴിച്ചിട്ട് നമ്മൾ എന്താ പറയാമോ, ഈ നമ്മുടെ ഈ മസാലകളില്ലേ അതിങ്ങനെ ഈ ഉണ്ണി പൊട്ടാതെ നമ്മൾ അതിൻ്റെ പുറത്തോട്ടെടുത്ത് ഇടണം. അപ്പോഴാ മസാല എല്ലാം ഉണ്ണിക്കകത്ത് പിടിച്ച് സെറ്റായിട്ട് ഞാൻ ചെറിയ തീരത് കടന്ന് എണ്ണ തെളിഞ്ഞ് വറ്റി വന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് നമ്മൾ ബിരിയാണി വെക്കാൻ 2-3 കഷ്ണം വറുക്കാനും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് വേണ്ടി അരി നമ്മൾ ജീരകശാല അരി ഉണ്ടല്ലോ അതല്ല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും പിന്നെ സ്വല്പം എണ്ണയും പട്ടയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ വഴറ്റാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ബിരിയാണി മസാലയ്ക്ക് വേണ്ടി അമ്മ എടുത്ത് പച്ചമുളക് ചേർക്കുന്നില്ല. അമ്മ കാന്താരിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല വൃത്തിയായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നില്ലേ. നമുക്ക് കത്തി വെച്ചിട്ട് നമുക്ക് ആദ്യം അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലോണം വഴറ്റണേ. സവാള ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ ചതച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം അമ്മ ഉപ്പിടുന്നില്ലേ. ഒരു സവാള എടുത്തുള്ളൂ, 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വറക്കാൻ വേണ്ടിയുള്ള മസാലയാണ്. അതിനകത്തോട്ട് അമ്മയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കാന്താരിയൊക്കെ ചതച്ചില്ലേ അതിൽ നിന്ന് കുറച്ച് നമ്മൾ ചിക്കൻ വറുക്കാൻ മുകളിലോട്ട് ഇട്ടിട്ടുണ്ടേ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ഇതിനകത്ത് നമ്മൾ പട്ട ഇട്ടിട്ടുണ്ട് മസാലയ്ക്ക് വരാം. അതൊന്നും ഇതിനകത്ത് മസാല ചേർക്കണ്ട. 2 സ്പൂൺ മുളക് പൊടി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഉപ്പിട്ട് അരച്ചതാണ് കണ്ടോ. ഇനി നമ്മൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന് നല്ല വൃത്തിയായിട്ട് ചെറുതായിട്ടൊരു പ്രാവശ്യം നമ്മളാവട്ടെ. എന്നിട്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇത് കൈയോട് ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഉപ്പ് വേണ്ട. ഇത് വറക്കാൻ വേണ്ടിയാണേ. നല്ല എരിയുണ്ട്. വൃത്തിയാക്കി തേച്ച് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. നമുക്ക് വറക്കാൻ നല്ല കളറോ നല്ല ടേസ്റ്റുമാണ്. തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിട്ട് നമുക്ക് ഉപ്പുണ്ടത് ഉപ്പുണ്ട്. ഇത് നമ്മൾ സവാള വഴറ്റിട്ടുണ്ട്. കാന്താരി അതുകൊണ്ട് കൈ അതുകൊണ്ട് പെട്ടെന്ന് എടുക്കുക കഴുകണം. ഇത് കാന്താരി ആയതുകൊണ്ട് നല്ല കൈ നമ്മൾ സവാള വഴറ്റിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്തോട്ട് കാന്താരി ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് കാന്താരിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചതുണ്ടല്ലേ ഇതെല്ലാം കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. കാന്താരി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. കാന്താരി വെച്ചിട്ടുള്ള ബിരിയാണി. കാന്താരി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ. അതിൽ നമ്മളെ ബിരിയാണി കണ്ടോ. അതും കൂടെ നമുക്ക് മൂക്കട്ടെ. ആ പച്ചമുളകൊക്കെ മാറ്റണം. അപ്പോഴത്തെ കാന്താരി അരിച്ചതിനകത്ത് വെള്ളം ഒഴിച്ചു എടുക്കണം. ഇതല്ല പെട്ടെന്ന് അങ്ങ് മൂക്കും. പച്ചമണം അങ്ങ് പെട്ടെന്ന് മൂക്കും. അതിനായിട്ട് നമുക്ക് 2 തക്കാളി അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം തൈര് ചേർക്കുന്നില്ല അമ്മ. അതുകൊണ്ട് 2 തക്കാളി ചേർക്കണം. എന്താ തക്കാളി ഇട്ട് ഉപ്പ് ഈ കാന്താരിക്കകത്ത് ഉപ്പുള്ളതുകൊണ്ടേ ഉപ്പുണ്ട്, നല്ല ഉപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാതിരുന്നത്. ഇനി നമുക്ക് അതിനകത്ത്
ചിക്കൻ ഇട്ട് കൊടുക്കണം. കഴുകി വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല പിഴിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കണം. എന്നിട്ട് നമ്മളിതിലോട്ട് സ്വല്പം ബിരിയാണിക്കകത്ത് സ്വല്പം ബിരിയാണി മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. സ്വല്പം ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ കാന്താരിക്ക് അരച്ച മാത്രമല്ലേ ആ വെള്ളം കുറച്ച് മിക്സിക്കകത്ത് വെക്കും. അത്രയും വെള്ളമേ ചേർക്കും. എന്നിട്ട് അത് ഒന്നുകൂടെ ഒന്ന് ഇളക്കാം. നിങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചോ? അത് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൽ കിടന്ന് ഒന്ന് തിളച്ച് വറ്റിയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോഴേ നമുക്ക് നല്ല ചിക്കൻ ഫ്രൈ വറുക്കാനും അല്ലാതെ വയറ്റുകയും ചെയ്യണം. ചോറിനുള്ള ക്യാരറ്റും ബീൻസും ഒക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കണ്ടോ, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. അപ്പം നമുക്ക് ആദ്യം അതിലോട്ട് ഈ ചോറ്റിനുള്ളത് വയറ്റെടുക്കാം. കണ്ടോ, ക്യാരറ്റ് ബീൻസ് ഇത് രണ്ടും വയറ്റേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ബീൻസും വയറ്റെടുക്കണം. നമുക്ക് അതിലോട്ട് ഒരു പിടി ബീൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ചോറ്റിന് ഇട്ടാക്കാം ബിരിയാണിക്കുള്ള. അത് നമ്മുടെ ചിക്കൻ കണ്ടോ നല്ല സൂപ്പറായിട്ട് അതിൽ കിടന്ന് വെന്തോളും. ഇപ്പെല്ലാം കറക്റ്റാണ്. നമുക്ക് എന്താ ചോറ്റിനകത്ത് ഇടാനുള്ള ക്യാരറ്റും ബീൻസും കൂടെ വഴറ്റി മാറ്റിയിട്ട് നമുക്ക് അതിനകത്ത് ചിക്കൻ ഫ്രൈ പൊരിച്ചെടുക്കാം. നിങ്ങളിതിനകത്ത് ചിക്കൻ ഫ്രൈ പൊരിക്കണം കേട്ടോ. കാശ്മീരി ചില്ലി ഉപയോഗിക്കണം, മഞ്ഞപ്പൊടി ഉപയോഗിക്കരുത് ചിക്കൻ ഫ്രൈ പൊരിക്കാൻ. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. കാരണം മഞ്ഞപ്പൊടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കളർ വേറൊരു ടേസ്റ്റ്, വേറെ കളറാണ്. ചെറിയൊരു ക്യാരറ്റും ബീൻസൊക്കെ പെട്ടെന്ന് അങ്ങ് വഴണ്ടി വരും. നമ്മൾ ഒരുപാടങ്ങ് ആക്കണ്ട, ചെറിയൊരു മൂപ്പാക്കിയാൽ മതി. ഞാൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരങ്ങളൊക്കെ ഉറങ്ങി. അതൊക്കെ ഇപ്പോഴാണ് എന്നിട്ട് ചെയ്യുന്നത്. സമയമുണ്ടല്ലോ, നമുക്ക് അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പറയാം. അരമണിക്കൂർ പണിയത് നമ്മളെ ക്യാരറ്റും ബീൻസൊക്കെ വഴറ്റി വന്നിട്ടുണ്ടേ. കണ്ട, ഇത്രയും മതി. ഇത് പെട്ടെന്ന് വേവും. നമുക്കത് ഈ പാത്രത്തിൻ്റെ അറ്റത്തോട്ട് കോരാം. എണ്ണ തൂത്തിട്ട് കോരി മാറ്റാം. ഇതിൻ്റെ ചോറ് നമ്മൾ അതിനകത്ത് ഇടുമ്പം ഇടാം. മല്ലിപ്പീരയും കറിവേപ്പിലയും അമ്മ ഇട്ടില്ല. കറിവേപ്പില ഇടുന്ന അമ്മ ഇപ്പോൾ ചിക്കൻ ഫ്രൈക്കകത്ത് ഇടുവേ. ബാക്കി 2 ഇടത്തുള്ളൂ ചോറ്റിന്. കാരണം മല്ലിപ്പീര ഉണ്ടല്ലോ, ബിരിയാണിക്ക് അധികം കറിവേപ്പില ഇടരുത്, കുറച്ചിടാം. ഇത് പിന്നെ നാടൻ കറിവേപ്പില അപ്പുറത്തെ വീട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനങ്ങനെ ഇവിടെ വല്ല വെളിയിലൊക്കെ കറിവേപ്പില അങ്ങനെ ഉപയോഗിക്കത്തില്ല. കണ്ടോ, വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ചിക്കൻ ഫ്രൈ ഇടാം. ഇതട്ടെ, ആദ്യം കാല് തന്നെ ഇങ്ങനെ തന്നെ ഇടാം. കാലിട്ട് 2 കാല് വിട്ട് മാംസം ഉണ്ടോ ഇതിലിട്ട് ഒരു മാംസം ഇവിടെ സൂപ്പർ. അരപ്പൊന്നുമില്ല അതിനകത്ത്, എല്ലാം നല്ല അരച്ച് വെക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോഴെപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴൊന്നും കഴുകി വെച്ചാൽ പിന്നെ പാത്രമല്ലാതെ കഴുകാൻ നിൽക്കണ്ട. ഇത് ഇവിടെ കിടന്നത് ചെറിയ തീര്, ചെറിയ തീരല്ല, ഇളം തീര് കിടന്ന് മൂക്കട്ടെ. നമ്മൾ ഇത് നോക്കാം നമുക്ക് എങ്ങനെ ആയെന്ന്. ബിരിയാണി പറ്റി വരുന്നുണ്ട്, വേവണം. ഒരു 10 മിനിറ്റ് പിടിക്കും ഇത് വേവാൻ. ചിക്കൻ പെട്ടെന്ന് വേണം, അത് 10 മിനിറ്റെങ്കിലും വേണം. വെന്തപ്പോൾ നമുക്ക് ചോറ് തട്ടിയിടാം. ഞാൻ ഉച്ചത്തേക്ക് മാത്രമുള്ളത് ചോറ് എടുക്കത്തുള്ളൂ കേട്ടോ. അരി
കണ്ടോ. അപ്പം ഇതവിടെ വറ്റിയതൊക്കെ. പിന്നെ നമ്മൾ ചിക്കൻ ഇവിടെ കിടന്ന് മൊരിയട്ടെ. ഇതെല്ലാം മുറിച്ചിട്ട് പിന്നെ നമ്മൾ കാണിക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല ബിരിയാണിക്കുള്ള മസാലയൊക്കെ നല്ല സൂപ്പറായിട്ട് കണ്ടോ വറ്റി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതേ കണക്കാവണം. അപ്പം നമ്മൾ തീ കുറച്ച് കൊടുക്കണം. പിന്നെ അമ്മ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു പണിയാണ്. ചോറ് ഇങ്ങനെ ഇച്ചിരി ചോറല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് മൊത്തം അങ്ങ് തട്ടുക. വെന്ത ചോറാണേ, ഒരു 3/4 വേവ് വേവിച്ചതാണ്. അതുകൊണ്ട് ഞാൻ നല്ല ഞങ്ങൾക്ക് 2 പേർക്കുള്ളത് മതി, അതുകൊണ്ടാണ് ഇച്ചിരി വെച്ചത് കേട്ടോ. ഈ ചോറിങ്ങനെ നല്ലോണം ഒരു ജീരകശാല റൈസാട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കുക. അമ്മയുടെ നെയ്യില്ല, അതുകൊണ്ട് അമ്മ ഒഴിക്കുന്നില്ല. എന്നിട്ട് ചോറിങ്ങനെ നല്ലോണം അങ്ങോട്ട് ലെവലാക്കി തീ കുറച്ച് വെച്ചേക്കുവാണേ. എന്നിട്ട് നമ്മൾ അതിലോട്ട് ക്യാരറ്റും ബീൻസും കേട്ടോ, അതാ അണ്ടിപ്പരിപ്പം മുന്തിരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ എൻ്റെ അതൊന്നും ഇപ്പോൾ എടുക്കില്ല, അതുള്ളത് പോലെ പറയും. കണ്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പില അതൊരു 2-3 ഇട്ടാൽ മതി. കറിവേപ്പില തോന്നിയിട്ടുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ മല്ലിപ്പീല വെച്ച് തോന്നിയിടണം, നല്ല ടേസ്റ്റാണ്. കണ്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. എന്നിട്ട് നമ്മളിത് ഈ ചെറിയ തീ തന്നെ വെച്ചിട്ട് അടപ്പോളം കഴിയുന്നത്. ചെറിയ തീ തന്നെ വെച്ചിട്ട് അമ്മ ഇതിന് അടച്ച് വെക്കും. അടച്ചൊരു 10 മിനിറ്റ് വെക്കും. അപ്പോൾ നല്ല ആവി വരും. എന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ അമ്മ കാണിക്കാം. പിന്നെ അമ്മ ചിക്കൻ ഉണ്ടല്ലോ, അതൊരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെറിയ തീയിലിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഈ ചെറിയ തീ കറങ്ങണ്ട നല്ല വെന്ത് നല്ല സൂപ്പറായിട്ട് കിട്ടും. അപ്പം കാണിക്കാം. അപ്പം നമ്മുടെ ബിരിയാണി നമുക്ക് തുറന്ന് നോക്കാം. അതുകൊണ്ടോ ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാകുന്ന ചെറിയ രീതിയിൽ ഞാൻ വെച്ചേക്കാണ്. നമുക്കത് മിക്സ് ചെയ്യാം. ഉണ്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്യണം. സുഖമായിട്ട് ആവി പറക്കുന്നുണ്ടോ. അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് മൊഴിവിടായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടോ. മിക്സ് ചെയ്തിട്ട് അമ്മക്കിട്ട് ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ. അത് നമ്മളെ ചിക്കൻ ഫ്രൈ ആണല്ലേ. കണ്ട നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ഒരു ഭാഗം തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഇത് മൊഴിയുന്നതനുസരിച്ച് ഓരോ ഭാഗം കൂടെ തിരിച്ചിട്ട് ചെറിയൊരു 10 മിനിറ്റ് വേണം ഇതും കൂടെ ഒന്ന് കുക്കായി വരാം. അപ്പോൾ അതവിടെ നിന്ന് കുക്കാക്കാം. അപ്പോൾ ഇത് 2 കുക്കായതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ചോറെല്ലാം സെറ്റായിരുന്നു. നമുക്ക് ചോറ് വിളമ്പാം. നമുക്കതാ അമ്മ ഇവിടെ ഇതിനകത്ത് കുറച്ച് ബീട്രൂട്ട് അച്ചാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചൂട് ചോറ് അങ്ങോട്ട് വിളമ്പി കൊടുക്കാം. കണ്ട സൂപ്പർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ. കണ്ടോ. ചൂട് ബിരിയാണിയും അടിപൊളി ചിക്കൻ ഫ്രൈയും ബീട്രൂട്ട് അച്ചാറും. നിങ്ങളൊക്കെ ഒന്ന് കഴിച്ചോ? അപ്പം ഊണ് കഴിക്കട്ടെ. നവരാത്രി കണിക്കങ്ങപ്പൂ മണിക്കമ്മലണിഞ്ഞു മുടിയിലക്കര കസവ് കൊണ്ടെടുത്തു തുഴയുന്നൊരു നാടൻ പെണ്ണായോ. അപ്പോഴേ മക്കളെ 4 മണിക്ക് നമ്മൾ ചായ കുടിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഷമാമ് വാങ്ങിച്ചായിരുന്നേ. അപ്പം ഷമാമ് അതാണ് ഇവിടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുടിച്ച് നോക്കട്ടെ. അടിപൊളി ഷേക്ക് കേട്ടോ. പാലൊക്കെ ഒഴിച്ചടിച്ച സൂപ്പർ. നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. രാവിലത്തെ അപ്പത്തിൻ്റെ മാവുണ്ട്. അപ്പം ഉണ്ടാക്കണം ചിക്കൻ കറി. രാവിലത്തെ ബാക്കി ചിക്കനാണ്. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് താണ്ടേ സവാളയൊക്കെ ഇട്ട് ഉപ്പിട്ടാണ് സവാള ഇട്ടത്. സവാള ആ വയറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഉച്ചയ്ക്ക് എടുത്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അത് തന്നെ അങ്ങോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെയ്ത് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളത് അത് മതി. എനിക്ക് കിട്ടാനുള്ളൂ. പിന്നെ അരമുറി തക്കാളി
കറിയല്ലേ വെക്കുന്നത്. നല്ല എരിയൊക്കെ ഉണ്ട് കേട്ടോ, കാരണം ഈ കാന്താരിമുളക് ആയതുകൊണ്ടേ നല്ല എരിയാണ്. ഇത് നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ എന്ന് പറയുന്നത് നമ്മൾ ആണ്ടേ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അത് മതി. കാരണം പറഞ്ഞാൽ മറ്റേ അത് ഇട്ടിട്ടുണ്ട്, നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 1/4 ടീസ്പൂൺ മസാലപ്പൊടി ഉണ്ട്, മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം അങ്ങോട്ട് പച്ചമണം മാറുന്നിടം വരെ കിണ്ടാം. പച്ചമണം മാറുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. കണ്ടോ, അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചേക്കുന്നത് വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ആ ചിക്കൻ താണ്ട് ഇട്ട് കണ്ടോ, ചിക്കൻ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുക. കൊടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ ഇഞ്ചി വെളുത്തുള്ളി ഇരുന്ന് ഇത്രയും വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കിണ്ടി കൊടുക്കാം. ഞാൻ തണുപ്പൊന്നും എടുക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ, കിണ്ടണമെങ്കിൽ നമ്മൾ തണുത്തുണി വേണം. കണ്ടോ, നമുക്കതെല്ലാം താത്തങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പുണ്ട്. അപ്പം ഈ തിളച്ചതിനകത്ത് നല്ല വയറ്റി എടുക്കാം. വേവട്ടെ, അവിടെ നിന്ന് വേവട്ടെ. എന്നിട്ട് ഞാനേ നമ്മളെ ഷേക്ക് കുടിക്കാൻ പോവാം.